അമൽ, ഗുഡ് മോർണിംഗ്. ശരിക്കും തിരഞ്ഞെടുപ്പിൽ എങ്ങനെയും വിജയം ഉറപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ പൊളിച്ചെഴുത്തുകളും അതുപോലെ വമ്പൻ പ്ലാനുകളിലുമാണല്ലേ UDF? ചില സീറ്റുകൾ വെച്ചു മാറിയാൽ വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. കാലാകാലങ്ങളായി തീരെ സ്വാധീനമില്ലാത്ത ചില മേഖലകളിൽ മത്സരിക്കുന്നുണ്ട്. അതിപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യത്തിലാണെങ്കിലും ലീഗിൻ്റെ കാര്യത്തിലാണെങ്കിലും പുനലൂർ പോലൊരു സീറ്റിൽ ലീഗിന് വിജയിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു വിജയസാധ്യതയുള്ള സീറ്റ് ലീഗിന് നൽകുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ചടയമംഗലമൊക്കെ പരിഗണിക്കുന്നത്. മാത്രമല്ല, കൊച്ചിയിലെ കാര്യം പരിശോധിച്ചാൽ കളമശ്ശേരിയൊക്കെ ഒരുപക്ഷെ കോൺഗ്രസ് ഏറ്റെടുത്താൽ വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ്. അത്യാവശ്യം സ്വാധീനമുള്ള ഒരു മേഖലയാണ്. കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുള്ള ജില്ലയാണ് എറണാകുളം. അങ്ങനെ ഒരു ജില്ലയിൽ കളമശ്ശേരി ഏറ്റെടുത്താൽ വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പകരമേറ്റ് സീറ്റ് വിട്ടുകൊടുക്കും എന്നുള്ള ആലോചനകളൊക്കെ നടക്കുകയാണ്. കൊച്ചിയാണ് നിലവിൽ പരിഗണിക്കുന്നത് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ തിരുവമ്പാടിയുടെ കാര്യത്തിലാണെങ്കിലുമൊക്കെ ആലോചനകൾ നടക്കുന്നുണ്ട്. ഗുരുവായൂർ സീറ്റിൻ്റെ കാര്യത്തിലാണ് ഒരു ആശയക്കുഴപ്പം അങ്ങോളം ഇങ്ങോളം നേതാക്കൾക്കിടയിൽ അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗുരുവായൂർ സീറ്റ് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ പകരം ഏത് സീറ്റ് വിട്ടുകൊടുക്കും എന്നുള്ള ഒരു ആശങ്കയാണ് നിലനിൽക്കുന്നത്. തൃശ്ശൂർ മേഖലയിൽ പിന്നീട് ആ സീറ്റ് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ലീഗിന് മത്സരിക്കാൻ ഒരു സീറ്റ് ഇല്ലാതെ പോകും. അങ്ങനെ വന്നാൽ ഈ പറയുന്ന മലപ്പുറം മേഖലയിലെ ഏതെങ്കിലും ഒരു സീറ്റ്, മലബാർ മേഖലയിലെ ഏതെങ്കിലും ഒരു സീറ്റ് UDFിൻ്റെ കൈവശം, കോൺഗ്രസിൻ്റെ കൈവശമുള്ള സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ തവനൂര്, പൊന്നാനി അടക്കമുള്ള സീറ്റുകളുടെ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ കാര്യത്തിലൊക്കെ ചർച്ചകൾ വിശദമായി വേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും മത്സരിക്കുന്ന സീറ്റുകളിൽ തന്നെ തുടരട്ടെ എന്നൊരു തീരുമാനം UDFിൽ ഉണ്ടാകില്ല. അതിൽ മാറ്റമുണ്ടാകും. പല സീറ്റുകളും വെച്ച് മാറിക്കൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങാനാകും UDFിൻ്റെ തീരുമാനം.